മോഹൻലാലിന്റെ ക്യാമിയോ നല്ലതാണ്, പക്ഷെ ഇച്ചിരി കുറവുണ്ടായി. പിന്നെ കഥ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ചില രോമാഞ്ചനങ്ങനെ സീനൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുക്കാം. പക്ഷെ ഹൈ ഫാസില് കുഴപ്പമില്ല. കുഞ്ചാക്കോ നന്നായി ചെയ്തിട്ടുണ്ട് മാക്സിമം. പിന്നെ ഈ സിനിമ ആരും ഹൈപ്പ് കൊടുത്ത് വരാൻ പാടില്ല. അതെ, ഹൈപ്പ് കൊടുത്ത് വന്നാൽ അത് ചിലപ്പോൾ ഡിസപ്പോയിന്റ്മെന്റ് ആയി പോകും. നോർമൽ രീതി വന്നതാണ്. പിന്നെ രണ്ടുപേരുടെ റീയൂണിയനൊന്നും രീതി സന്തോഷിക്കാനുണ്ട്. മോഹൻലാൽ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മോഹൻലാൽ ഉണ്ടെന്ന് പറഞ്ഞു ഹൈപ്പ് കൊടുക്കരുത്. കാരണം അതൊരു വിഷമം നൽകുന്ന ഒരു ഭാഗമുണ്ട്. സ്പോയിലറാവും. പടം നല്ല പടമായിരുന്നു. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ എടുക്കുന്നതെന്ന് അറിഞ്ഞൂടെ എനിക്ക്. കാര്യം 2020 പരിപാടി ആ ഒരു സെറ്റപ്പ് പരിപാടിയല്ല അത്. മഹേഷ് നാരായണൻ പടം, എല്ലാവർക്കും അത് നേരത്തെ തന്നെ അത് റിവീൽ ചെയ്തിട്ടുള്ളത്. സ്റ്റോറി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പടമാണ്. പെർഫോമൻസുകൾ നമുക്ക് ബോറടിക്കുന്നില്ല. ഇത് അങ്ങനെ റെക്കോർഡുകൾ തകർക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. പടം അത്യാവശ്യം റീച്ച് ആവും, അത്യാവശ്യം ആൾക്കാർ കാണും. എന്തായാലും ശരി, മലയാളത്തിൽ 19 വർഷത്തിന് ശേഷമല്ലേ മമ്മൂട്ടി ലാലേട്ടൻ എല്ലാം കൂടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ പടം വലുതായിട്ട് എത്ര ബൂസ്റ്റപ്പ് പറഞ്ഞാലും ജനങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന റിവ്യൂ പോലെ ആകത്തില്ല. നമ്മളെപ്പോഴും നല്ലതായിട്ട് പറയാനേ ശ്രമിക്കുന്നു. പക്ഷെ എങ്കിലും ഞാൻ കോമൺ ഫാക്ടായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കരമായി ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ പറയാം അത്യാവശ്യം പടം നല്ല ബോറടിക്കത്തില്ല. മഹേഷ് നാരായണൻ മൂവി പ്രതീക്ഷിച്ചാൽ ഒരുവിധപ്പെട്ടവർ വരുന്നതെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഒരു 2020 പ്രതീക്ഷിച്ചാലും വരുന്നില്ലെന്ന് നേരത്തെ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു. ആ വെച്ച് നോക്കുകയാണെങ്കിൽ പടം ലാലേട്ടന്റെ വരവോടുകൂടെ പടം അങ്ങോട്ട് കയറും. പീക്ക് ലെവലിലോട്ട് സാധനം വരും. കൊള്ളാം, നല്ല പടം. പറയാനാണെങ്കിൽ പടം സ്ലോ പേസ് തുടങ്ങി കത്തി കയറുവാണ്. നമ്മള് മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ നടന്ന കഥയല്ല, നടക്കാൻ പാടില്ലാത്ത കഥയാണ്. പുള്ളി പറഞ്ഞ് കറക്റ്റ് ആണ്. അതായത് ജെൻസി കഥയാണ്, ജെൻസി പിള്ളേർക്ക് പറ്റിയ കഥയാണ്. ഇപ്പൊ ഇനി സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്ത കഥ തന്നെയാണിത്. അടിപൊളിയാണ് പടം. നമ്മള് ത്രൂ ഔട്ട് സ്ക്രീൻ ശ്രദ്ധിച്ച് സ്റ്റോറിയിലോട്ട് നമ്മൾ മുഴുകി പോകും. അല്ലാതെ ഒരു ഫാൻ ഫൈറ്റ്, ഓരോ ആർട്ടിസ്റ്റുകൾ വരുമ്പോ കൈയടിക്കൽ അങ്ങനത്തെ ഒന്നുമല്ല. നമ്മള് ഒരു പക്ക ഇംഗ്ലീഷ് പടം നമ്മൾ എങ്ങനെ വാച്ച് ചെയ്യുന്നു ആ ഒരു മൂഡിൽ കാണണം. അല്ലാതെ ഫാൻ ബേസ് ഒന്നും വെച്ച് വന്നിട്ട് കണ്ടിട്ട് കാര്യമില്ല. അത് ഒരു ഇംഗ്ലീഷ് പടം കണ്ടൊരു ഫീലാണ്, ഫീൽ ഗുഡ് ആണ്. അടിപൊളി പടം, നല്ല സ്റ്റോറി. നമ്മള് ഇവരുടെ ബോണ്ട് ഭയങ്കര ബോണ്ടാണ്. ഫഹദ് അടിച്ച് കലക്കി കളഞ്ഞു. നമുക്ക് ത്രൂ ഔട്ട് മമ്മൂക്ക ഷോ. പിന്നെ ലാലേട്ടൻ വന്നതോടുകൂടി ലിഫ്റ്റായി പടം. നമ്മൾ സ്റ്റോറിയിൽ മുഴുകി ഇരുന്ന് നമ്മളൊരു ഇംഗ്ലീഷ് പടം കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്റ്റോറി ലാലേട്ടൻ വന്നതോട് കുറച്ച് ലിഫ്റ്റായി. ഫുൾ ത്രൂ ഔട്ട് മമ്മൂക്ക ഷോ ആണ്. ലാലേട്ടന് ലിഫ്റ്റ് ആക്കാൻ പറ്റി പടം. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ കണ്ടന്റ് വൈസില് ജെൻസി പടമാണ്. അത് ഇനി മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ നടന്ന കഥയല്ല, നടക്കാൻ പാടില്ലാത്ത കഥയാണ്.